ശ്രീ സന്ദീപ് ആണപ്പുഴ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശ്രീ ജോഷിയേട്ടൻ, അതുപോലുള്ള എല്ലാ നേതാക്കന്മാരെയും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധീജൻ ക്ഷണിച്ചു. ബഹുമാന്യായ ഉദ്ഘാടകൻ കണ്ണൂരിന്റെ MP, KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, ബഹുമാന്യായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ദിജിൽ മാക്കുറ്റി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളായ ശ്രീ കെ കമൽജിത്ത്, ശ്രീ സന്ദീപ് ഓണപ്പുഴ, ശ്രീ ജോഷി കണ്ടത്തിൽ, ശ്രീ പെരിൽ മധുക്കോത്ത്, ശ്രീ വി രാഹുൽ, ശ്രീ ശ്രീജേഷ് കൊരിയേരിയൻ, അതുപോലെ ശ്രീ ഷിബിന, ശ്രീ ലിജേഷ്, ശ്രീ ഫർസിൻ, ശ്രീ വരുണം കെ, ശ്രീ സിജോ മറ്റപ്പള്ളി, ശ്രീ റോബർട്ട് ഉൾപ്പെടെയുള്ള ശ്രീ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ST ഓഫീസിലേക്ക് ഒരു മാർച്ച് വെക്കുന്നത് എന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. കേരളത്തിൽ കോവിഡിനെ മറിയാക്കി കേരളത്തിലെ സാധാരണക്കാർക്ക് കോവിഡ് ദുരിതങ്ങളാണ് സമ്മാനിക്കുന്നതെങ്കിൽ CPM-നും പിണറായി വിജയനും മന്ത്രിമാർക്കും കോവിഡ് അഴിമതിയുടെ പെരുമഴക്കാലമാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് അഴിമതിയുടെ ഏറ്റവും സുവർണാവസരമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇന്നാളിതുവരെ കേട്ടിട്ടില്ലാത്ത, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട രീതിയിൽ അഴിമതിയുടെ ഓരോ ദിവസവും ഓരോ കഥകൾ പുറത്തു വന്നുകൊണ്ട് പിണറായി വിജയന് അഴിമതിയെ കുറിച്ചൊന്നും പറയല്ല, മറിച്ച് കള്ളനായ എന്നെ കള്ളനെന്ന് മുഖത്ത് നോക്കി വിളിച്ചു എന്ന് പിണറായി വിജയൻ പത്രക്കാരോട് പരിതപിക്കുമ്പോൾ ഒരു കള്ളനെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്ന് ഇവിടുത്തെ ആർക്കാണ് മനസ്സിലാകുക? എല്ലാ ദിവസവും ഓരോ ദിവസവും കോടികളുടെ ലക്ഷങ്ങളുടെ അഴിമതിയുടെ രാജ്യദ്രോഹത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ കള്ളക്കടത്തിന്റെ ഹവാല ഇടപാടിന്റെ നിരവധിയായ സ്ഥലം വിൽക്കുന്ന ഉൾപ്പെടെ ഇന്നലെ കണ്ടില്ലേ തലശ്ശേരിയിൽ പാലം പൊട്ടി വീണ സംഭവം ഉൾപ്പെടെ എവിടെയൊക്കെ പിണറായി വിജയന്റെ രീതിയിൽ അല്ലെങ്കിൽ മന്ത്രിസഭ LDF സർക്കാർ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അഴിമതിയുടെ കഥകൾ കൂടി അതിന്റെ ഒപ്പം പുറത്തു വരുന്നു. ഈ അഴിമതികൾ അവസാനിപ്പിക്കണം. ഈ അഴിമതിയുടെ തെളിവ് ശേഖരിക്കാനെത്തിയ NIA വരുമെന്ന് കണ്ടുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് കത്തിക്കാൻ വേണ്ടി തുനിയുന്നു. സമരം ചെയ്യുന്ന ആളുകളെ കോവിഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിലക്കുന്നു എന്ന് മാത്രമല്ല പോലീസിനെ കൊണ്ട് ക്രൂരമായി ആക്രമിക്കുന്നു. പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സമരം നിങ്ങൾക്കെതിരെയല്ല, മറിച്ച് ഈ നാടിനെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘത്തിനെതിരെയാണ്. നിങ്ങൾ നിലപാടെടുക്കേണ്ടതും കൊള്ള സംഘത്തിനെതിരെയാണ്. മറിച്ച് സമരം ചെയ്യുന്നത് തെറ്റാണ് എന്ന് കണ്ടുകൊണ്ട് ആക്രമിക്കാനാണ് നീക്കമെങ്കിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വന്ന് മാർച്ച് നടത്തി പറഞ്ഞിട്ടുണ്ട്. പോലീസിനെതിരെ മാർച്ച് നടത്താനും അറിയാം, വേണ്ടി വരിക പോലീസിന്റെ വലയം വേദിക്കാനും ഞങ്ങൾക്ക് അറിയാമെന്ന്. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിലേക്ക് ഒന്നുമല്ല ഞങ്ങൾ കടന്നു പോകുന്നു, മറിച്ച് പിണറായി വിജയൻ എന്ന കൊള്ള സംഘത്തെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനുള്ള പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാണ് ഈ മാർച്ച്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യായ കെ സുധാകരൻ MP ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ദിജിൽ മാക്കുറ്റി വേദിയിലെ സമരത്തിൽ പങ്കെടുത്ത നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ, എന്റെ പ്രിയമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഈ പൊട്ടിപ്പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടത്തുന്ന സമരത്തെ ഞാൻ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്കറിയില്ല. സമരമുഖത്ത് വീറും വാശിയും നാം കാണിക്കാറുണ്ട്. പക്ഷേ ഇതുപോലൊരു രാഷ്ട്രീയ ചുറ്റുപാട്, അതിനേക്കാൾ കടുത്ത കാലാവസ്ഥ, ഇത് രണ്ടിനെയും അതിവേദിച്ചുകൊണ്ടാണ് ഈ സമരമുഖത്ത് നിങ്ങൾ യുവജനങ്ങൾ അണിനിരന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമരം? കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ സമരം നടത്താനുള്ള പ്രേരക ശക്തി എന്താണ്? സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമരങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ നാട് കോവിഡിന്റെയും കൊറോണയുടെയും ആശങ്കയിലാണ്. നമ്മുടെയൊക്കെ നാളെ എന്ത്, ഈ നാട് എങ്ങോട്ട് എന്നതിനെ കുറിച്ച് ആശങ്കാവിരുദ്ധമാണ് നമ്മുടെ സമൂഹം മുഴുവൻ. അതിന്റെ മധ്യത്തിലാണ് ഈ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഈ സമരം എന്തിന് എന്നത് ഇവിടെ കൂടിയ ആളുകൾക്കും അറിയാം. ഇതിനെ തടയാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, പോലീസുകാർക്കും അറിയാം എന്തിനാണ് ഈ സമരം. ആ സമരം ഒരനിവാര്യമാണ്, അനാവശ്യമാണ് എന്ന് പറയാൻ ആർക്കും സാധിക്കാത്ത വിധം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയും ഇതുപോലൊരു ഗവൺമെന്റും കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായി എന്ന് ഓർമ്മയിൽ തപ്പി ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ. ഒരുപാട് മുഖ്യമന്ത്രിമാർ, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. ആ ഒരു മുഖ്യമന്ത്രിയുടെയും കാലഘട്ടത്തിൽ ഇല്ലാത്ത വിധം നമ്മുടെ നാടിലെ രാഷ്ട്രീയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ആരാണതിന് നേതൃത്വം? ആരാണതിന് പരിരക്ഷ? ഈ കൊള്ളക്കും ഈ അഴിമതിക്കും ഈ ധൂർത്തിനും ആരാണ് ഉത്തരവാദി എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ അണികൾ പോലും മുഖ്യമന്ത്രിയെ പരമപുച്ഛത്തോടെ നോക്കിക്കാണുന്ന സാഹചര്യം കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വപ്ന സുരേഷിന്റെ ഡീലിംഗ്സ് മുതലുള്ള
വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം വീടുകളിൽ കയറി നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് CPM എടുത്ത തീരുമാനമുണ്ടല്ലോ, ഗൃഹസന്ദർശനം എന്ന പരിപാടി. ആ ഗൃഹസന്ദർശനം എന്ന പരിപാടി കേരളത്തിൽ നടന്നില്ലെന്ന് മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ നേതാക്കളോട് ചോദിച്ചു എന്തെന്ന് ന്യായീകരിച്ചായി വീടുകളിൽ കയറി ചെല്ലേണ്ടത് എന്ന്. ചരിത്രത്തിൽ ആദ്യമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃത്വം എടുത്ത രാഷ്ട്രീയ തീരുമാനം പ്രാവർത്തികമാക്കാതിരിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായി എന്ന് പറയുമ്പോ സ്വന്തം അണികളെ പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത വിധം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. പ്രസംഗിക്കാൻ ഒരുപാടുണ്ട്. ഈ പൊട്ടിപ്പൊരിയുന്ന വെയിലത്ത് ഞാൻ ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ നാട് കൊള്ളയടിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമല്ല ഇവിടെ. പിണറായി വിജയൻ അവിശ്വാസ പ്രമേയത്തിൽ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യത്തിനും മറുപടി പറയാതെ അദ്ദേഹം 4 മണിക്കൂർ നിയമസഭയിൽ പ്രസംഗിച്ച പശുക്കൾ മൂത്രമൊഴിക്കും പോലെ ധാരധാരിയായി അദ്ദേഹം പ്രസംഗിച്ചു പോയ അസംബ്ലി പ്രസംഗം ഞാനും നിങ്ങളും കേട്ടു. പ്രതിപക്ഷം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? അവിശ്വാസ പ്രമേയത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരം പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? മുഖ്യമന്ത്രി ഇന്ത്യയുടെ 10-75 കൊല്ലത്തെ ചരിത്രം വായിച്ചു, ലോകരാഷ്ട്ര ചരിത്രം വിവരിച്ചു. അവിശ്വാസ പ്രമേയത്തെ തൊട്ട് പരാമർശിച്ച് ഒരു വാക്ക് പോലും പറയാത്ത മുഖ്യമന്ത്രി ഈ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിന് അപമാനമാണ്. നിയമസഭയെ അപമാനിച്ച ഈ മുഖ്യമന്ത്രിക്ക് തുടരാൻ അവകാശമില്ല. ഞങ്ങൾക്ക് കുറെ പറയാനുണ്ട്. നിയമസഭക്കകത്ത് ഓരോ MLA-മാരും ചൂണ്ടിക്കാട്ടിയ എത്ര ആരോപണങ്ങൾ ഒറ്റ വാക്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞില്ലേ? ഇവിടെ കൊള്ളയാണ്, ഇവിടെ അഴിമതിയാണ്, ഇവിടെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ അവസരങ്ങൾ വിനിയോഗിച്ചുകൊണ്ടുള്ള പുത്തൻ കൊള്ളക്കുള്ള അവസരങ്ങൾ അവർ കണ്ടുപിടിക്കുന്നു. ഗവേഷണമാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റ് എങ്ങനെ കൊള്ളയടിക്കണം ഈ നാടിനെ കുറിച്ച് എന്നത് ഗവേഷണമാണ്. കൺസൾട്ടൻസികൾ ഈ രാജ്യത്തെ എല്ലാത്തിനും കൺസൾട്ടൻസികൾ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ എന്നാണ് എന്റെ അർത്ഥം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത അഴിമതി എന്നാണ് അർത്ഥം. നിങ്ങൾക്കറിയാമല്ലോ, ലൈഫ് മിഷൻ പ്രോഗ്രാം 20 കോടിയുടെ പ്രോഗ്രാമാണ്. 9.25 കോടി രൂപ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെ തൂക്കിക്കൊല്ലണ്ടേ? പാവപ്പെട്ട ആളുകൾക്കൊരു വീട് കിട്ടുന്നത് ഇല്ലാതാക്കാൻ 20 കോടി ഏതോ വിദേശത്ത് നിന്ന് ആരോ അനുവദിച്ച ഒരു സഹായം. ആ സഹായം 9.25 കോടി രൂപ കമ്മീഷൻ കൊടുത്ത് ഈ പാവപ്പെട്ട വീടുകളില്ലാത്ത ഒരു ആലംബമില്ലാത്ത ജനതയെ കൊള്ളയടിച്ച ഈ സർക്കാരിനെ എന്ത് ചെയ്യണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരമുഖത്ത് കടന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ, പ്രവർത്തകരെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ നാടിന്റെ ഇന്നത്തെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നെഞ്ചിലേറ്റാൻ യൂത്ത് കോൺഗ്രസ് കാണിച്ച ആത്മധൈര്യത്തെ ഞാൻ പ്രശംസിക്കുന്നു. ഒരു പോലീസിന്റെയും ഒരു പട്ടാളത്തിന്റെയും മുമ്പിൽ കീഴടങ്ങാതെ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെന്റിനെ കൊള്ളക്കാരനാണെന്ന് പറയാൻ നട്ടെല്ലും തന്റെറിവും കാണിച്ച യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അനുമോദിക്കുന്നു. പിണറായി വിജയനോടൊരു വാക്ക്. നിങ്ങൾ പറഞ്ഞു ഇവിടെ അവിശ്വാസ പ്രമേയത്തിന്റെ അവസാനം ഇടതുപക്ഷത്തിനെതിരെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉയർന്നു വരുന്നു. ഞാൻ പിണറായി സഖാവോട് ചോദിക്കട്ടെ, എവിടെയാണോ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് പ്രസ്ഥാനം? ഈ സംസ്ഥാനത്ത് മാത്രമാണ് ഒരു തുരുത്ത്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തൂത്തറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ എന്ത് കോമൺ പ്ലാറ്റ്ഫോം? ഈ കൊച്ചു കേരളമാണ് ഒരു തുരുത്ത്. ഭാവി രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തെ ഒടുവിലത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പതനത്തിന്റെയും നാശത്തിന്റെയും ആരംഭമാണ് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം ഓർമ്മിക്കണം. തിരുത്താൻ വന്നാൽ ഇടതുപക്ഷം നാട്ടിൽ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് നശിക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാനത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി ഇടതുപക്ഷം വേണം. പക്ഷേ ഈ കൊള്ളയടിക്കുന്ന ഇടതുപക്ഷമല്ല ഇടതുപക്ഷം. ഇത് കൊള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. ഇത് അവിഹിതത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന. ഇത് രാജ്യത്തെ
ജനവിശ്വാസം നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന അണികൾക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ ശ്രീ പിണറായി വിജയൻ ആലേഖനം ചെയ്യാൻ പോകുന്നു. അതിന്റെ മുന്നോടിയാണ് ഈ സമരം. ഈ സമരത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ, തുടർച്ചയായി വരാൻ പോകുന്ന സമരത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിണറായി വിജയന് സാധിക്കില്ല. ആ സമരമുഖത്തേക്കുള്ള ദൈത്രയാത്രയിൽ യൂത്ത് കോൺഗ്രസുകാർ ആത്മവീര്യത്തോടുകൂടി സമരമുഖത്ത് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ആഹ്വാനം ചെയ്തുകൊണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് നടത്തുന്ന ഈ സമരത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം ചെയ്യും.